തീർച്ചയായിട്ടും. കാരണം തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതിന് നമ്മളെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നമുക്ക് കുറഞ്ഞു വരികയാണ്. എന്നാൽ പോലും വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയുണ്ട്. അപ്പം ആ സമയത്ത് സർക്കാർ ഒരു ഭാഗത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് നൽകുകയും, അത് ഐ.ടികളിലൂടെയാണെങ്കിലും മറ്റ് ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റൊക്കെ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയൊരു കുതിച്ചുകയറ്റം ഇതിനകത്തുണ്ടാവും. അതിലൊരു മനോഭാവത്തിൽ കൂടി മാറ്റം വന്നാൽ, കാരണം ഈ തൊഴിൽ ദാതാക്കളാണ് നമുക്ക് വേണ്ടത്. കാരണം തൊഴിൽ ആളുകൾ, ചെറുപ്പക്കാരൊക്കെ വളരെ റെഡിയാണ് പോവാൻ. കാരണം പലരും ഇപ്പം നേരത്തെ വിദേശത്തേക്ക് പോകുന്ന ഒഴുക്കിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പലരോടും അന്വേഷിച്ച സമയത്ത് പലരും ഇപ്പോൾ നേരത്തെ രഘുചന്ദ്ര ബാൽ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ തൊഴിലിടങ്ങളിലേക്ക് തൊഴിലെടുക്കാൻ മടിക്കുന്ന, പ്രത്യേക സെക്ടറിലേക്ക് തൊഴിൽ ചെയ്യാൻ മടിക്കുന്ന അതേ ആളുകൾ തന്നെ പുറത്തു പോയിട്ട് ഇത്തരത്തിലുള്ള ജോലികളാണ് ചെയ്യുന്നത്. അപ്പം അതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ സംവിധാനങ്ങൾ ഉണ്ടാവുകയും കൂടുതൽ ആളുകൾ സർക്കാരിൻ്റെ കൂടി ഈ പ്രോത്സാഹനത്തിൽ ഉത്സാഹിതരായിട്ട് അവർ ഈ തൊഴിൽ ദാതാക്കളായിട്ട് മാറുന്ന സമയത്ത് കൂടുതലായിട്ടും നമുക്ക് വലിയൊരു യുവാക്കളുടെ നിര നമുക്ക് നന്നായിട്ട് മുന്നോട്ട്. അങ്ങനെ പറയുമ്പോൾ കൂടി ഈ ഒരു തൊഴിൽ നൽകുന്ന തൊഴിലുടമയ്ക്ക് അവൻ്റെ തൊഴിൽ കൊടുക്കാനുള്ള അടിസ്ഥാന സൗകര്യത്തിൽ കുറേ മാറ്റം വരേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ പ്രൊഡക്ഷൻ കൂട്ടണം, അതിനുള്ള സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പ്രൊഡക്ഷൻ കൂട്ടാനുള്ള കാര്യങ്ങൾ നടക്കേണ്ടേ? അത് തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൂട്ടാൻ നടക്കണം. അവരുടെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് പ്രൊക്യൂർ ചെയ്യാനുള്ള സംവിധാനം വേണം, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം വേണം. പിന്നെ അവരെ താഴെ വീണുപോകാതെ സംരക്ഷിക്കാനുള്ള സംവിധാനം വേണം. അങ്ങനെ ഞാൻ നേരത്തെ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഇങ്ങനെയൊരു ആക്റ്റീവായിട്ടുള്ള ചില പദ്ധതികൾ കൊണ്ട് മാത്രം ഒരു മെക്കാനിസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ആ മെക്കാനിസം സസ്റ്റൈനബിൾ ആവണം. സ്വയം നിലനിൽക്കാൻ പറ്റണമെങ്കിൽ അതിൻ്റെ ആന്തരികമായ ദൗർബല്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ സപ്പോർട്ട് ചെയ്യാനുള്ള വ്യാപകമായ ഇടപെടലുകൾ നമ്മുടെ ആളുകളുടെ ഇടയിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിനകത്ത് വേണം. പക്ഷേ അത് ബ്യൂറോക്രസിക്ക് അതിനകത്ത് റോളുണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് റോളുണ്ട്, ബാങ്കുകൾക്ക് റോളുണ്ട്. അങ്ങനെ നിരവധി ഘടകങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോലുള്ള ലഘൂകരണ പരിപാടികൾ, കാരണം നമുക്ക് അനിയന്ത്രിതമായ ചില അല്ലെങ്കിൽ കർശനമായ ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നതിന് പകരം കുറച്ചുകൂടി നമ്മൾ സോഫ്റ്റ് ആക്കുകയും അതേ സമയത്ത് തന്നെ പിന്നെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കേരളീയരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഓൺട്രപ്രണർഷിപ്പ് നമുക്ക് വളരെ കുറവാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയെങ്കിലും, നേരത്തെ പലരും സൂചിപ്പിച്ചാണ്, സർക്കാർ ജോലി തന്നെ കിട്ടുക എന്നുള്ള രീതിയിലേക്കാണ് പലരും പോയിരുന്നത്. കാരണം അത് വളരെ സുരക്ഷിതമാണ്, നല്ല ശമ്പളം കിട്ടും, കുറച്ച് ജോലി ചെയ്താൽ മതി. കാരണം ഇനി വരാൻ പോകുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. കാരണം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. കാരണം അങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും കുറച്ചുകൂടി ഒരു ഓൺട്രപ്രണർഷിപ്പോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ ദാതാക്കൾ വളരുന്ന സമയത്ത് നമുക്ക് ആ തൊഴിലില്ലാത്ത പടക്കി അവർക്ക് ജോലി കൊടുക്കാനും അങ്ങനെ തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയ്ക്കാനും നമുക്ക് കഴിയും.